നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ഒരു എയർപോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും നമ്മുടെ എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായ തിരുവനന്തപുരം വിമാനത്താവളത്തെ പറ്റിയിട്ടാണ്. എന്നാൽ ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളമല്ല, പകരം നമ്മുടെ നാട്ടിലെ ഏറ്റവും പുതിയ വിമാനത്താവളമായിട്ടുള്ള കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കുറച്ചേറെ പ്രതീക്ഷകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കരിപ്പൂർ വരെ നീണ്ടു കിടക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള മംഗലാപുരത്ത് മറ്റൊരു എയർപോർട്ടും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏകദേശം 600 കിലോമീറ്ററുള്ള പരിധിയിൽ നമ്മൾ മംഗലാപുരം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 4ഓളം എയർപോർട്ടുകളുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച കാര്യമാണിത്. കാരണം നമുക്ക് അത്രത്തോളം മികച്ച കണക്ടിവിറ്റി നമ്മുടെ നാട്ടിൽ ലഭിക്കും. ഇപ്പോൾ തിരുവനന്തപുരം, കോഴിക്കോട്, അതേപോലെ തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വിമാനത്താവളങ്ങളാണ്. ഇതിൽ കോഴിക്കോടിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അവിടെ വൈറ്റ് ബോഡീഡ് ആയിട്ടുള്ള എയർലൈൻസ് ഇറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം, എറണാകുളമൊക്കെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് എയർപോർട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന, അവരുടെ ഗ്രാഫ് മുകളിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ മുന്നോട്ട് പോകുന്ന എയർപോർട്ടുകളാണ്. നമ്മൾ ഈ എയർപോർട്ടുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളോടെയും അതേപോലെ തന്നെ നൂതന സൗകര്യങ്ങളോടെയും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് നമുക്കൊരു ബേബി എയർപോർട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാൽ ഇവിടെ ഉള്ളതിനോളം വലിപ്പം ബാക്കി എയർപോർട്ടുകൾക്ക് ഇപ്പോൾ സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലപരിമിതി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം വാസ്റ്റായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു എയർപോർട്ടിന് വിചാരിച്ചത്ര വിജയം കൈവരിക്കാൻ ആയിട്ടില്ല എന്നതാണ് വസ്തുത. അതിന് കാരണമെന്ന് പ്രധാനമായും പറയപ്പെടുന്നത് പോയിൻ്റ് ഓഫ് കോൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശേഷി ഈ ഒരു എയർപോർട്ടിനില്ല. അതായത് വിദേശ കമ്പനികൾ ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് ഓഫ് കോളായിട്ട് എല്ലാ എയർപോർട്ടിനും ഗവൺമെൻറ് അനുമതിയും കൊടുക്കത്തില്ല. പലപ്പോഴും നമ്മുടെ എയർപോർട്ട് തുടങ്ങിയ കാലം മുതൽ തന്നെ ഇപ്പോൾ എമിറേറ്റ്സ്, എത്തിഹാദ് പോലുള്ള കമ്പനികളൊക്കെ വളരെയധികം ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് കാണിച്ചു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് വരുന്ന വിവരങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രം അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിൻ്റെ എണ്ണം കുറയും. അതുപോലെ തന്നെ ഒത്തിരിയേറെ പേര് മലബാറിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിന് വൈഡ് ബോഡി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നാരോ ബോഡീസ് മാത്രമേ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ഒരു നിലയിൽ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോയിൻ്റ് ഓഫ് കോൾ എന്ന് പറയുന്ന ആ ഒരു സംഗതി വരികയാണെങ്കിൽ വളരെയധികം ഉപകാരം വരും. അത് മലബാറിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വളരെയധികം മുതൽക്കൂട്ടാവുകയും ചെയ്യും. ഇതിന് ഒത്തിരി നെഗറ്റീവ്സും പോസിറ്റീവുമായിട്ടുള്ള റിയാക്ഷൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാം. കാരണം ആ ഒരു ബെൽറ്റിൽ 3 എയർപോർട്ടുകളാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യാവസ്ഥയിൽ നമ്മൾ ഒളിച്ചോടാൻ നമുക്ക് സാധിക്കില്ല. ഈ ഒരു കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റി വൈസ് സുപ്പീരിയറാണ്. പക്ഷേ പോയിൻ്റ് ഓഫ് കോൾ ഇല്ലാത്തത് കാരണം അതിൻ്റെ ഉയർന്നു വരാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ എയർപോർട്ടും നമ്മുടെ നാട്ടിൽ വികസിക്കണം. എല്ലാവരും നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള മത്സരം എല്ലായിടത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ മുതൽക്കൂട്ട് തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അറിയാൻ സാധിച്ചത് നമ്മുടെ വ്യോമയാന പാർലമെൻ്ററി കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണ് അതിനൊന്നും ചെയ്യാൻ പറ്റാത്തതെന്നാണ് പറയാൻ സാധിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ നമ്മുടെ MP-മാരും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്ന്, പോയിൻ്റ് ഓഫ് കോൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് മാനേജ്മെൻറ്റ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ഒരു അവസരത്തിൽ ഈ പോയിൻ്റ് ഓഫ് കോൾ ഉടനെ കിട്ടുമെന്നാണ് എയർപോർട്ട് പ്രതീക്ഷിക്കുന്നത്. എന്താവുന്നൊന്നും അറിയത്തില്ല. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് സൗദി എയർലൈൻസിൻ്റെ വൈറ്റ് ബോഡിയിലൊക്കെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ വളരെയധികം മേജർ ഫെസിലിറ്റീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാസഞ്ചർ മൂവ്മെൻറ്റ് മാത്രമല്ല, മറ്റ് കമ്പനികൾ വരുമ്പോൾ കാർഗോ മൂവ്മെൻറ്റും വളരെ നല്ല രീതിയിൽ നടക്കും. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ വരുമാനം സ്വാഭാവികമായിട്ടും കൂടും. വളരെ മികച്ചൊരു എയർപോർട്ടായിട്ട് ഇത് മാറണം. കാരണം വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ എയർപോർട്ടിന് നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എയർപോർട്ടിൻ്റെ ആ ഒരു വികസനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു സംഗതി തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളും വികസിക്കണം, നമ്മുടെ നാട് മൊത്തം വികസിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം ബ്രൈഡസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.